Achus ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നാട്ടിലെത്തിയതിനു ശേഷം രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. കഴിഞ്ഞ പ്രാവശ്യം കുക്കിംഗ് വീഡിയോയിൽ അമ്മച്ചിയായിരുന്നെങ്കിൽ ഇത്തവണ ചാച്ചനാണ്. ചാച്ചൻ്റെ പേര് എൽദോസ് എന്നാണ്. ചാച്ചൻ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. ചാച്ചൻ ലീവിനിപ്പോൾ നാട്ടിൽ വന്നേക്കാണ് ഞങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടിയും ഈ വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് കാനഡയിൽ പോകാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളെല്ലാം ചാച്ചന് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ താരം നിങ്ങൾക്ക് കാനഡയിൽ പോകാൻ ഉള്ള ഡൗട്ട്സൊക്കെ നിങ്ങൾ ഇതുപോലെ ക്വസ്റ്റ്യൻസായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ വേറൊരു സെപ്പറേറ്റ് വീഡിയോ എടുക്കുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചൈനീസ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ചാച്ച നല്ലൊരു കുക്കാണ്. അപ്പോൾ ബാക്കി ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചാച്ച നിങ്ങളോട് പറയും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ കുക്ക് ചെയ്യുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചൈനീസ് ഫ്രൈഡ് റൈസ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ബസുമതി റൈസായിട്ട് ഉപയോഗിക്കുന്നത്. ബസുമതി റൈസ് നമ്മൾ അത് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകി അത് കുതിർത്ത് വയ്ക്കുക. അത് നമ്മൾ കുതിർത്ത് വച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് വെജിറ്റബിൾ ആണ്. വെജിറ്റബിൾ നമുക്ക് വേണ്ടത് ബീൻസ് നമ്മൾ ഇങ്ങനെ ചെറുതായി അരിഞ്ഞ ബീൻസ്. പിന്നെ വേണ്ടത് നമുക്ക് ക്യാരറ്റാണ്. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ്. പിന്നെ ക്യാബേജ്, കുരുകുരാന്ന് അരിഞ്ഞ ക്യാബേജ്. പിന്നെ സ്പ്രിംഗ് ഒനിയനാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ചെറിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുക്ക് ചെയ്യാനുള്ള ഓയില്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാര. പിന്നെ കുരുമുളക് പൊടി. വൈറ്റ് പെപ്പറാണ് നല്ലത്. ഇപ്പോൾ അത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമൽ പെപ്പറാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, സോയാ സോസ്. ഇത് ഡാർക്ക് സോയാ സോസാണ്. ലൈറ്റ് സോയയാണ് ഏറ്റവും നല്ലത്. പിന്നെ അമുലിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് ചെയ്യാനായിട്ട് നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അരി വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ലേശം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലേശം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അത് അരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. കൂടെ നമ്മൾ നാരങ്ങ ഒരു നാരങ്ങ സ്ലൈസ് ചെയ്തതോടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിപ്പോൾ അടപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇത് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇനി ഇത് അരി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഊറ്റി മാറ്റി വെക്കണം. അത് അരി ശരിക്കും വേവണ്ട, ഒന്ന് ഒടിഞ്ഞാൽ മാത്രം മതി. ഒടിയുന്ന ഒരു പരുവമാകുമ്പോൾ നമുക്കത് ഊറ്റി മാറ്റണം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് ഊറ്റാം. നമുക്ക് ഇത് തണുത്ത വെള്ളത്തിൽ ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. സുഹൃത്തുക്കളെ, ആദ്യം നമ്മൾ പറയാതിരുന്ന ഒരു ചെറിയ 2 കാര്യം കൂടെയുണ്ട്. നമ്മൾ ഒരു 3 മുട്ട ഇവിടെ ബീറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അതിൽ ലേശം ആ പാകത്തിന് ഉപ്പും ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഓയിലൊഴിച്ച് നമ്മൾ ബീറ്റ് ചെയ്ത് മീൻസ് നമ്മൾ ചിക്കിയെടുക്കണം. അതുകൂടാതെ ക്യൂബുകളായിട്ട് അരിഞ്ഞ ചിക്കൻ ഒരു 200 ഗ്രാം, അതും നമ്മൾ ഓയിലൊഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ ഒഴിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുട്ട ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ചിക്കി എടുക്കാം. മുട്ട ഇപ്പോൾ ഏകദേശം ചിക്കി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്ത് നമ്മൾ ഇച്ചിരി ഓയിൽ ഒഴിച്ച് നമ്മൾ
ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി നേരമൊന്നും വേണ്ട, ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു 2 മിനിറ്റ് നമ്മളൊന്ന് ചിക്കി എടുത്താൽ മതി. അപ്പോൾ ഒരു വൈറ്റ് കളർ വരും. അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ കൂടാതെ മുട്ടയും എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ അപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള കുക്കിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എടുത്ത് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇടുകയാണ്. നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റ്, അത് നമ്മൾ ക്യാരറ്റ് ഇടുകയാണ്. ക്യാരറ്റ് നമ്മൾ ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി. വെജിറ്റബിൾ എല്ലാം ഒന്ന് വാടി കിട്ടിയാൽ മതി. ഒത്തിരി നേരം വഴറ്റ് പോകരുത്, അത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അടുത്തതായി നമ്മൾ അതിൻ്റെ കൂടെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് കുറച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വെജിറ്റബിൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇടാം. കൂടുതൽ വെജിറ്റബിൾ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് കൂടുതൽ ഇടാവുന്നതാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് സവാള കൂടി, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ സോയ സോസ്, ഇത് ഒഴിച്ച് മിക്സ് ചെയ്യാം. ലേശം ബട്ടർ, 1 സ്പൂൺ ബട്ടർ കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇനി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾ എല്ലാം ഒന്ന് ജസ്റ്റ് വാടാനേ പാടുള്ളൂ, എന്നാലേ നമുക്കതൊരു ക്രഞ്ചി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ലേശം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കുക. ചൈനീസ് ഫ്രൈഡ് റൈസിൻ്റെ ഏറ്റവും ഒരു ആവശ്യം എന്ന് പറയുന്നത് നല്ല ഹൈ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന എഗ്ഗും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഒരു ഗാർണിഷിന് വേണ്ടി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചൈനീസ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. കൂടെ ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട്. ചില്ലി ചിക്കൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത് എൻ്റെ ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ അഭിപ്രായം പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാൻ ചില്ലി ചിക്കനും കൂടി കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് ചില്ലി ചിക്കനും ചൈനീസ് ഫ്രൈഡ് റൈസും സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ക്ലിയർ ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ അച്ചു പറഞ്ഞതുപോലെ എൻ്റെ ബ്രദർ കാനഡയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിസ മൈഗ്രേഷനും പിന്നെ വിസ പ്രോസസ്സിങ്ങുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവനാലാവുന്ന വിധം അവൻ ക്ലിയർ ചെയ്ത് തരും. അതിനൊരു സ്പെഷ്യൽ എപ്പിസോഡ് ഞങ്ങൾ വേറെ ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.